ഗോവിന്ദ ഹരിഗോവിന്ദ. കൊട്ടിയൂരുത്സവത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നാളാണ് മകം. ഇടവമാസത്തിലെ മകം നാളിലാണ് ആദ്യമായി അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കുന്ന നീരെഴുന്നള്ളത്ത് എന്ന ചടങ്ങ് നടക്കുന്നത് എന്നത് നമ്മൾ മുന്നേ വിവരിച്ചിരുന്നു. മിഥുനമാസത്തിലെ മകം നാളിലാണ് അക്കരെ കൊട്ടിയൂരിലെ കലം വരവ് എന്ന ചടങ്ങ്. കലം വരവ് ചടങ്ങ് നടക്കുന്ന മിഥുനമാസം മകം നാളിൽ ഉച്ചശീവേലിയോട് കൂടിയിട്ട് അക്കരെ കൊട്ടിയൂരിന്റെ സ്വഭാവത്തിന് മാറ്റം വരികയാണ്. ഉച്ചശീവേലി കഴിഞ്ഞാൽ ആനകൾ പിൻവാങ്ങും. ആനകൾ ഇക്കരയ്ക്ക് കടക്കും. അതിനുശേഷം സ്ത്രീ ഭക്തജനങ്ങൾക്കും അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനമില്ല. രാത്രി കലം വരവിന് ശേഷം അക്കര സന്നിധിയിൽ ഗൂഢപൂജകളാണ് നടക്കുക. മകം, പൂരം, ഉത്രം, അത്തം നാളുകൾക്ക് ശേഷം ചിത്തിര നാളിൽ തൃക്കലശാട്ടോട് കൂടിയിട്ടാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം, ഒരു വർഷത്തെ ഉത്സവം, പൂർത്തിയാവുന്നത്. പൂർത്തിയാവുക എന്ന വാക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. കാരണം അപൂർണമായി നിർത്തപ്പെടുന്ന ചടങ്ങുകൾ അടുത്ത ഉത്സവ സമാരംഭ വേളയിൽ തുടരുകയാണ് ചെയ്യുന്നത്. അനസ്യൂതം തുടരുകയാണ് ഉത്സവ ചടങ്ങുകൾ. മകം നാളില് കലം വരവ് നല്ലൂരാന്മാർ എന്ന സ്ഥാനികന്മാരാണ് കലങ്ങൾ എഴുന്നള്ളിച്ചെത്തിക്കുന്നത്. നല്ലൂരാന്മാർ കലം നിർമ്മാണ പ്രവൃത്തിയിൽ വ്യാപരിക്കുന്ന കുലാലയ സമുദായത്തിൽപ്പെട്ടവരാണ്. മുഴക്കുന്നാണ് അവരുടെ ആസ്ഥാനം. വ്രതനിഷ്ഠയോട് കൂടിയിട്ട് കലങ്ങൾ നിർമ്മിച്ച് വ്യവസ്ഥാപിതമായ ചടങ്ങുകളോടുകൂടി ആദരപൂർവം എഴുന്നള്ളിച്ച് എത്തിക്കും. കലക്കാർ കൊട്ടിയൂരിലേക്ക് എത്തുന്ന സമയമായി കഴിഞ്ഞാൽ അവരെ ദർശിക്കാൻ പാടില്ല എന്നാണ്. ആ സമയത്ത് വിളക്കുകളെല്ലാം അണയ്ക്കും. സമീപകാലത്തായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഈ പ്രദേശത്തേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും. ആളുകൾ കലക്കാരെ കാണാൻ പാടില്ല. ആ രാത്രിയുടെ നിശബ്ദതയെ വഞ്ചിച്ചുകൊണ്ട് കലവാഹകർ ഉദ്ഘോഷിക്കുന്ന നാമഘോഷണം മാത്രം അന്തരീക്ഷത്തിൽ മുഴങ്ങും. ഭക്തി നിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തില് കലവാഹകർ അക്കരെ സന്നിധിയിൽ എത്തിച്ചേരും. കരിമ്പനക്കൽ ചാത്തോത്ത് കയ്യാലയാണ് കലക്കാരുടെ ആസ്ഥാനം. കലവാഹകർക്ക് മണിത്തറയിൽ നിന്ന് പിന്തിരിഞ്ഞിരുന്നുകൊണ്ടാണ് തിരുമേനി പ്രസാദം നൽകുന്നത്, അവരെ ദർശിക്കാതെ എന്നാണ് പറയുന്നത്. തുടർന്ന് അക്കരെ സന്നിധിയിൽ നടക്കുന്ന ചടങ്ങുകള് വിവരണങ്ങൾക്ക് അപ്പുറത്താണ്. തുടർന്നുള്ള ദിവസങ്ങളില് സ്ത്രീ ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് സൂചിപ്പിച്ചു. വന്യമായ ഒരു ശാന്തതയാണ് കൊട്ടിയൂരിൽ കളിയാടുക. അത്തം നാളിൽ വാളാട്ടം എന്ന ചടങ്ങ് നടക്കും. കിഴക്കേ നടയിൽ, തിരുവഞ്ചിറയിൽ കിഴക്കേ നടയിൽ വെച്ചാണ് വാളാട്ടം. ചപ്പാരം വാളുകളുമായിട്ട് വാളശ്വന്മാരായിട്ടുള്ള ഏഴിലക്കാർ സ്ഥാനികർ ദേവീദേവന്മാരുടെ തുരമ്പുകൾക്ക് അഭിമുഖമായി നിന്നുകൊണ്ട്
നിർവഹിക്കുന്ന വിശേഷമായ ചടങ്ങാണ് വാളാട്ടം. നയനാനന്ദകരമായിട്ടുള്ള ഭക്തിനിർഭരമായിട്ടുള്ള ഒരു ചടങ്ങാണ് വാളാട്ടം എന്ന് കാണാൻ സാധിക്കും. ചിത്തിര നാളില് തൃക്കലശാട്ടോട് കൂടിയിട്ടാണ് ഒരു വർഷത്തെ ഉത്സവ ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നത്. മകത്തിന് ശേഷമുള്ള ദിവസങ്ങളില് കരസന്നിധിയിൽ മുൻകാലങ്ങളില് ശയന പ്രദക്ഷിണം ധാരാളമായിട്ട് നടക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീ ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് തിരക്ക് കുറയുന്നത് കൊണ്ട്, പ്രദക്ഷിണ വീതിയിലെ തിരക്ക് കുറയുന്നത് കൊണ്ടാണ് ആ സമയം ശയന പ്രദക്ഷിണത്തിന് വേണ്ടി വഴിപാടുകാർ തിരഞ്ഞെടുക്കാം. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ചിത്രം വ്യത്യസ്തമാണ്. കഴിഞ്ഞ വർഷം മുതൽ കേരളത്തിന് പുറത്തു നിന്നുള്ള, കർണാടക സംസ്ഥാനത്തു നിന്നും മറ്റുമുള്ള ഭക്തജനങ്ങൾ ധാരാളമായിട്ട് കൊട്ടിയൂരിന്റെ ആചാരങ്ങളുടെ സവിശേഷമായ പ്രത്യേകതകളെ വേണ്ടത്ര മനസ്സിലാക്കാത്തത് കൊണ്ട് ധാരാളമായ ആളുകൾ മകൻ കഴിഞ്ഞു കർണാടക സംസ്ഥാനത്തു നിന്ന് ഒഴുകിയെത്തിയിരുന്നു. നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പ്രദക്ഷിണ വീതി ശയന പ്രദക്ഷിണത്തിന് ഉതകുന്ന തരത്തില് ശാന്തമായിരുന്നില്ല. ഈ വർഷത്തെ സ്ഥിതി എന്താകും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. ഏതായാലും അക്കരെ കൊട്ടിയൂരിലെ അതിവിശേഷമായിട്ടുള്ള ഒരു വഴിപാട് സമർപ്പണമാണ് ശയന പ്രദക്ഷിണം എന്നതുകൂടി ഈ അവസരത്തിൽ പരാമർശിച്ചു കൊള്ളട്ടെ. ആ തിരുവഞ്ചിറ, ജലാശയമായ തിരുവഞ്ചിറയിലൂടെ കണ്ണുകൾ മൂടിക്കെട്ടി മാർഗദർശകൻ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചൊല്ലിക്കൊടുക്കുന്ന നാമങ്ങളെ ഏറ്റുചൊല്ലിക്കൊണ്ട് ആ കിഴക്കേ നടയിൽ നിന്ന് ആരംഭിച്ച് ഒരു പ്രദക്ഷിണം, ശയന പ്രദക്ഷിണം ആ ജലാശയമായ തിരുവഞ്ചിറയിലൂടെ പൂർത്തിയാക്കി കിഴക്കേ നടയിൽ എത്തിച്ചേരുമ്പോഴേക്കും അനിർവചനീയമായിട്ടുള്ള ഒരു അവസ്ഥാതലത്തിലേക്കാണ് വഴിപാടുകാരനായ ഭക്തൻ എത്തിച്ചേരുന്നത്. കൊട്ടിയൂരപ്പന് ഏറ്റവും പ്രിയങ്കരമായ വഴിപാടായിട്ട് ശയന പ്രദക്ഷിണം അതുകൊണ്ട് തന്നെ പ്രകീർത്തിക്കപ്പെടുന്നു എന്നതുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കട്ടെ. ഗോവിന്ദ ഹരി ഗോവിന്ദ.